സോ നമ്മൾ അടുത്ത നമ്മുടെ 6th മൊഡ്യൂളിലെ അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് എന്നുള്ള പോർഷനാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ നിറ്ററിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിറ്റർ എന്ന് പറയുന്നത് എല്ലാം ഡോക്യുമെൻറ്റേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇതാണ്. സെക്കൻഡ് ടോപ്പിക് ഇതാണ്, യൂസിങ് കമൻറ്റ്സ് ആൻഡ് വെർഷൻ കൺട്രോൾ ഫോർ റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ ഡോക്യുമെൻറ്റേഷന് വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യാം എന്നുള്ള കാര്യമാണ് അടുത്ത് നോക്കുന്നത്. അപ്പം അനദർ എസെൻഷ്യൽ റെക്കോർഡ് ഓഫ് യുവർ വർക്ക് ഈസ് വാട്ട് വി കോൾ റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ. എന്താ ഈ റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ? റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ ഈസ് മോർ ഇൻഫോർമൽ ദാൻ മൈൽ സ്റ്റോൺ ഓർ ചെക്ക് പോയിൻറ്റ് ഡോക്യുമെൻറ്റേഷൻ ആൻഡ് ഈസ് ഈസിയസ്റ്റ് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് കോഡ് കമൻറ്റ്സ് ആൻഡ് വെർഷൻ കൺട്രോൾ റെക്കോർഡ്സ്. അപ്പോൾ നമ്മുടെ വെർഷൻ കൺട്രോൾ റെക്കോർഡ്സ് ആയിട്ടും കോഡ് കമൻറ്റ്സ് ആയിട്ടും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനാണ് ഈ റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയാം. ഓൾറെഡി നമ്മൾ കമൻറ്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടും ഉണ്ടാകും. അപ്പോൾ ഇവിടെ അത് കൂടാതെ നമുക്ക് വെർഷൻ കൺട്രോൾ റെക്കോർഡ് എന്തും കൂടെ ആണെന്ന് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള ആദ്യത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് കമൻറ്റ്സ് എഴുതുന്നതെന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കുന്നത്. എങ്ങനെ ഇഫക്റ്റീവ് കമൻറ്റ്സ് എഴുതാം? നമ്മുടെ ആറിനെ സംബന്ധിച്ചിടത്തോളം ഈ കമൻറ്റ്സ് കൊടുക്കുക ഏത് സിമ്പലിലാണെന്നറിയാമോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഹാഷ് സിമ്പലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എവറിത്തിങ് ഫോളോയിങ് എ ഹാഷ് അൺടിൽ ദ എൻഡ് ഓഫ് ദ ലൈൻ ഈസ് എ കമൻറ്റ്. ഓക്കെ, നമ്മുടെ ആറത് വർക്ക് ചെയ്യുന്ന ഇൻ്റർപ്രറ്ററിലാണ്. ഇൻ്റർപ്രറ്റർ ഒരു കാരണവശാലും നമ്മളെ കമൻറ്റിനെ എടുക്കില്ല, ഇഗ്നോർ ചെയ്യായിരിക്കും ചെയ്യുക. സോ ഇറ്റ് ഈസ് ഇഗ്നോർഡ് ബൈ ദ ആർ ഇൻ്റർപ്രറ്റർ. ഇവിടെ നോക്കിയേ, ഇവിടെ കുറേ വാലിഡ് ആയിട്ടുള്ള കോഡ് കമൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഹാഷ് ഇട്ടിട്ട് ഹാഷ് റിട്ടേൺ സ്യൂഡോ ലോഗരിതം ഓഫ് എക്സ് വിച്ച് ഈസ് ക്ലോസ് ടു ദ സൈൻ ഓഫ് ലോഗ് ഓഫ് അബ്സല്യൂട്ട് ഓഫ് എക്സ് ഫോർ എക്സ് സച്ച് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡിൽ കമൻറ്റ്സ് ആയിട്ട് നമ്മൾ വാലിഡ് കമൻറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളത് അത് നമ്മൾ ഹാഷ് യൂസ് ചെയ്തിട്ട് എഴുതുക. സ്റ്റാർട്ടിങ്ങിൽ ഹാഷ് യൂസ് ചെയ്യുക, അല്ല എൻ്റെ ഫസ്റ്റിൽ എന്ത് ചെയ്യുക, ഹാഷ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു ഗുഡ് കമൻറ്റിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ഗുഡ് കമൻറ്റ്സ് എന്താ? എ ഗുഡ് കമൻറ്റ് ഇൻക്ലൂഡ് വാട്ട് ദ ഫങ്ഷൻ ഡസ്, what type of arguments are expected to be, limits of domain, why you should care about the function and where is it from. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഗുഡ് കമൻറ്റ്സിൽ ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ കമൻസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. കമൻസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യില്ല? ദേ നോക്കിയേ, ആദ്യത്തെ ഐറ്റമാണ് പ്രെറ്റി ആസ്കി ആർട്ട് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ആസ്കി ആർട്ട് ഫോർമാറ്റിംഗ് ഒന്നും തന്നെ കമൻസിൻ്റെ സെക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമില്ല. അതുപോലെ തന്നെ എനിത്തിങ് വി സീ ഇൻ ദ കോഡ് ഇറ്റ് സെൽഫ്, ഒരു കോഡിനകത്ത് തന്നെ നമുക്ക് ആ കോഡിൻ്റെ ഫങ്ഷൻ നെയിമും അതിൻ്റെ ബോഡിയും ആർഗ്യുമെൻറ്റും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കമൻസ് എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. സിമിലർലി എനിത്തിങ് വി ക്യാൻ ഗെറ്റ് ഫ്രം വെർഷൻ കൺട്രോൾ. വെർഷൻ കൺട്രോൾ എന്താണെന്ന് നമ്മളിനി പഠിക്കും. വെർഷൻ കൺട്രോളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾക്കും നമ്മൾ കമൻസ് എഴുതി കൊടുക്കേണ്ടതായിട്ട് ഇല്ല. ഓക്കെ, അതുപോലെ ലാസ്റ്റ് സംഭവം എന്ന് പറയുന്നത് എനി സോർട്ട് ഓഫ് ജാവ ഡോക്യുമെൻറ്റ് ഓർ ഡോക്സിജൻ സ്റ്റൈൽ അനോട്ടേഷൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും തന്നെ നമ്മുടെ ഈ കമൻറ്റ്സ് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് കമൻറ്റ്സ് കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, ഇനി ചില ആൾക്കാർ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഓതർ, നമ്മുടെ വെർഷൻ, ലൊക്കേഷൻ, ഡേറ്റ്, ആർഗ്യുമെൻറ്റ്സ്, പർപ്പസ് ഒക്കെ എഴുതാറുണ്ട്. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം വാലിഡ് ആയിട്ടുള്ള കമൻറ്റ്സ് അല്ല. അപ്പോൾ ഒരു ഗുഡ് കമൻറ്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ഓതറിൻ്റെ പേരൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ എഴുതുന്നതായിരിക്കില്ല. പകരം ഗുഡ് കമൻറ്റ്സ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് ഒരു ഫംഗ്ഷൻ ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ആർഗ്യുമെൻ്റാണ് നമ്മളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഓരോ ഡൊമൈൻ്റെയും ലിമിറ്റ് എന്താണ്, ഓക്കെ, ഓരോ ഫംഗ്ഷനും എന്താണ് ചെയ്യുന്നത്, അത് എവിടെ നിന്നാണ് വന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുഡ് കമൻറ്റ്സ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ അത്രയാണ് കമൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് വെർഷൻ കൺട്രോൾ യൂസ് ചെയ്ത് എങ്ങനെയാണ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യുന്നതെന്ന് നോക്കാം.
നോക്കിയേ, നമ്മുടെ ഈ വെർഷൻ കൺട്രോൾ എന്താണെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വെർഷൻ കൺട്രോൾ ക്യാൻ both maintain critical snapshot of your work in earlier states and produce running documentation of what was done by whom and when in your project. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, നമ്മുടെ പ്രോജക്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ ഏർലിയർ സ്റ്റെപ്സിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്നാപ്ഷോട്ട്സ്, എല്ലാത്തിൻ്റെയും ഉണ്ടാവില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസുകളുടെ സ്നാപ്ഷോട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് വാട്ട് വാസ് ഡൺ ബൈ ഹൂം ആൻഡ് വെൻ ഇൻ യുവർ പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വെർഷൻ കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വെർഷൻ കൺട്രോളിനെ കുറിച്ചിട്ട് ഇതാണ് പറയാനുള്ളത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഇതൊരു വെർഷൻ കൺട്രോൾ സേവിങ് ദ ഡേ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത് വെർഷൻ കൺട്രോൾ സേവിങ് ദ ഡേ ആണ്. ദേ കണ്ടോ, മൺഡേയിൽ ഫസ്റ്റ് ട്രൈ, ട്യൂസ്ഡേ സെക്കൻഡ് ട്രൈ, വെനസ്ഡേ ബ്രില്യൻ തേർഡ് ട്രൈ, ട്യൂസ്ഡേ ഫോർത്ത് ട്രൈ, ഫെയിൽഡ് റിവിഷൻ ഓഫ് തേർഡ്, ഫ്രൈഡേസ് പ്രസൻറ്റേഷൻ, ബ്രില്യൻ തേർഡ് ട്രൈ. കണ്ടോ, അപ്പോൾ എന്താണ് ഈ വെർഷൻ കൺട്രോൾ കാണുമ്പോൾ നമ്മുടെ ഓരോരോ ദിവസവും നമ്മുടെ വർക്ക് എന്തായിരുന്നു, ആ വർക്കിൻ്റെ പ്രോഗ്രസ് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു വെർഷൻ കൺട്രോൾ സിസ്റ്റമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഗിറ്റിനാണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഗിറ്റ് ഹബിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ വെർഷൻ കൺട്രോൾ സിസ്റ്റമായിട്ട് യൂസ് ചെയ്യുന്നത് ഗിറ്റാണ്. അപ്പം ഈ ഗിറ്റിനകത്താണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഡെയിലി ആയിട്ടുള്ള വർക്കൊക്കെ ഫുള്ള് നമ്മുടെ വ്യൂ ചെയ്യാൻ ഗിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഈ ഒരു പോർഷൻ നമുക്ക് നോക്കാം. Sharing your Git repository means you are sharing a lot of information about your work habit and also sharing your mistakes. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റ് റെപ്പോസിറ്ററി ഷെയർ ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഹാബിറ്റ് എന്താണെന്നും നമ്മളുടെ മിസ്റ്റേക്സ് എന്താണെന്നും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഗിറ്റ് റെപ്പോസിറ്ററിക്കകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വർക്ക് എന്താണ്, നമ്മുടെ കോഡിങ് എന്താണ്, നമ്മൾ ഏത് കോഡ് എപ്പോൾ റൺ ചെയ്തപ്പോഴാണ് എറർ വന്നത്, എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ യൂസറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗിറ്റിൽ നിന്ന് കുറേ ബെനിഫിറ്റുകളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി ഫെമിലിയർ വിത്ത് എ ഫ്യൂ കമാൻഡ്സ്. ഏതൊക്കെയാണ് ആ ഫ്യൂ കമാൻഡ്സ് എന്ന് നോക്കിയേ. ഗിറ്റ് ഇനിറ്റ്, ഗിറ്റ് ആഡ് -a, ഗിറ്റ് കമ്മിറ്റ്, ഗിറ്റ് സ്റ്റാറ്റസ്, ഗിറ്റ് ലോഗ്, ഗിറ്റ് ഡിഫ്, ഗിറ്റ് ചെക്ക് പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടോ. അപ്പോൾ ഇത്രയും കമാൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നന്നായിട്ട് നമ്മുടെ ഈ ഗിറ്റ് റെപ്പോസിറ്ററി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോജക്റ്റ് ഡയറക്ടറി സ്ട്രക്ചർ എങ്ങനെയായിരിക്കും ഇരിക്കുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോജക്റ്റ് ഡയറക്ടറി സ്ട്രക്ചറാണ് ഇവിടെ ഈ ഒരു ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. എന്തൊക്കെ കാര്യങ്ങൾ കാണും ഡയറക്ടറിയിൽ? ഒന്നാമതുണ്ടാവും നമ്മുടെ ഡേറ്റയാണ് അല്ലേ. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ, വേർ വി സേവ് ഒറിജിനൽ ഡൗൺലോഡഡ് ഡേറ്റ. ഓക്കെ, അപ്പോൾ എവിടെയാണ് നമ്മുടെ ഒറിജിനലി നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് ഡേറ്റ എന്നുള്ള ഡയറക്ടറിയിൽ പറയാം. ഓക്കെ, അതിനകത്ത് വെർഷൻ കൺട്രോൾ സാധാരണ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാര്യം ഫയൽ സൈസൊക്കെ ഒരുപാടാവുന്നതുകൊണ്ട് അത്രയും ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പം എവിടെ നിന്നാണ് നമ്മുടെ ഡേറ്റ സേവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടറി സ്ട്രക്ചറിൽ വരുന്ന വേറൊരു സംഭവമാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്രിപ്റ്റ് is where we store all code related to analysis of the data. അപ്പോൾ ഡേറ്റ അനാലിസിസുമായിട്ട് എന്തൊക്കെ കോഡുണ്ടോ അതെല്ലാം നമ്മൾ സ്ക്രിപ്റ്റിലായിരിക്കും സ്റ്റോർ ചെയ്യുക. പിന്നെ അടുത്തൊരു ഡയറക്ടറി സ്ട്രക്ചറാണ്. ഡയറക്ടറി സ്ട്രക്ചറിൽ അകത്ത് വരുന്ന സാധനമാണ് ഡിറൈവ്ഡ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് എന്താണ്, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന റിസൾട്ടുകൾ സ്റ്റോർ ചെയ്യുന്നത് ഡിറൈവ്ഡ് പോർഷനിലായിരിക്കും. ഇനി അതുപോലെ തന്നെ റിസൾട്ട്സ് ഉണ്ടാവും അല്ലേ. റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഡ് എക്സിക്യൂട്ട് ചെയ്ത റിസൾട്ടോ അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മുടെ റിസൾട്ട് പോർഷനിൽ ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു പ്രോജക്റ്റ് ഡയറക്ടറി സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കുന്നത്.
ഇനി എന്താ നോക്കാം നമുക്ക് ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്, ഒരു ഗിറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സുകളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നോക്കുന്നത്. വെൻ യു ഹാവ് ഡിസൈഡഡ് ഓൺ യുവർ ഡയറക്ടറി സ്ട്രക്ചർ ആൻഡ് വോണ്ട് ടു സ്റ്റാർട്ട് എ വെർഷൻ കൺട്രോൾഡ് പ്രോജക്റ്റ്, ഡു ദ ഫോളോയിങ്. ഓക്കെ, ആദ്യം ചെയ്യേണ്ടതാണ് സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് ഇൻ എ ന്യൂ ഡയറക്ടറി. പ്ലേസ് എനി വർക്ക് എയ്തർ ഇൻ ദിസ് ഡയറക്ടറി ഓർ ഇൻ സബ് ഡയറക്ടറി. ഓക്കെ, പുതിയ ഡയറക്ടറിയിലാണ് നമ്മൾ പ്രോജക്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ കാര്യം എന്താണ്? മൂവ് യുവർ ഇൻട്രാക്റ്റീവ് ഷെൽ ഇൻ ടു ദിസ് ഡയറക്ടറി ആൻഡ് ടൈപ്പ് ഗിറ്റ് ഇൻ ഇറ്റ്. ഓക്കെ, നമ്മുടെ കമാൻഡുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഷെല്ലുണ്ടല്ലോ, അത് നമ്മുടെ ഈ ഒരു ഡയറക്ടറിയിലേക്ക് കൊണ്ടുവയ്ക്കുക. ഇറ്റ്സ് ഓക്കെ ഇഫ് യു ആർ ഓൾറെഡി സ്റ്റാർട്ടഡ് വർക്കിംഗ് ആൻഡ് ദർ ആർ ഓൾറെഡി പ്രസൻറ്റ് ഫയൽസ്. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ്. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ. എക്സ്ക്ലൂഡ് എനി സബ് ഡയറക്ടറി യു ഡോണ്ട് വാണ്ട് അണ്ടർ സോഴ്സ് കൺട്രോൾ വിത്ത് ഡോട്ട് ഗിറ്റ് ഇഗ്നോർ കൺട്രോൾ ഫയൽസ്. ഓക്കെ, നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തന്നെ എക്സ്ക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിറ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനത്തെ പ്രോജക്റ്റാണ്? വെർഷൻ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, പ്രോഗ്രസ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് നമ്മുടെ ഗിറ്റിൽ തന്നെ കമാൻഡുകളുണ്ട്. ആ കമാൻഡ്സ് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ദേ നോക്കുക, ഗിറ്റ് സ്റ്റാറ്റസ് കണ്ടോ. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ പ്രോജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രോജക്റ്റ് ഹിസ്റ്ററി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ പ്രോജക്റ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടാണല്ലോ. ആഡ് എക്സ്പോർട്ട് ഓഫ് റാൻഡം ഫോറസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, കുറേ കമ്മിറ്റ് ചെയ്തത്, ഓർഡർ, ഡേറ്റ് ഒക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് പ്രോജക്റ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രോജക്റ്റ് സ്റ്റാറ്റസും ഒക്കെ ചെക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ആർ സ്റ്റുഡിയോയുടെ ഹെൽപ്പോട് കൂടി, ആർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഈ ആർ സ്റ്റുഡിയോയുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് നമുക്കൊരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഒക്കെ നമുക്ക് ഗിറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണുന്നത് അങ്ങനെയുള്ള ഒരു ആർ സ്റ്റുഡിയോ വെച്ചിട്ടുള്ള ഒരു ഗിറ്റ് പ്രോജക്റ്റാണ്. അപ്പം എന്താണ് പ്രോജക്റ്റിൻ്റെ പേര്, പ്രോജക്റ്റിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, പുതിയ പ്രോജക്റ്റാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആർ സ്റ്റുഡിയോ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാക്കി കഴിഞ്ഞാലായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മുടെ ഈ ഗിറ്റ് വെച്ചിട്ട് എന്താ പ്രത്യേകത ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താണ്? ഗിറ്റ് കീപ്പ് എ കംപ്ലീറ്റ് കോപ്പി ഓഫ് ഓൾ ഓഫ് യുവർ ഫയൽസ് ഈച്ച് ടൈം വി സക്സസ്ഫുള്ളി എൻ്റർ ദ പെയർ ഓഫ് ആഡ് ഓർ കമ്മിറ്റ് ലൈൻ. അപ്പോൾ എപ്പോഴാണോ നമ്മൾ കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ പുതിയൊരു ലൈന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുക, അപ്പോഴെല്ലാം തന്നെ നമ്മുടെ ഫയൽസ് എല്ലാത്തിൻ്റെ ഒരു കംപ്ലീറ്റ് കോപ്പി എവിടെ ഉണ്ടാവും? നമ്മുടെ ഗിറ്റിനകത്ത് ഉണ്ടാകും. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് വേറെയും ടാസ്കുകൾ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ ടാസ്കുകളാണ്? ട്രാക്കിംഗ് യുവർ വർക്ക് ഓവർ ടൈം, റിക്കവറിങ് എ ഡിലീറ്റഡ് ഫയൽ, കമ്പയറിംഗ് ടു പാസ്റ്റ് വെർഷൻ ഓഫ് എ ഫയൽ, finding when you added a specific bit of text, recovering a whole file or a bit of text from the past, sharing files with the collaborators, publicly sharing your project, maintaining different versions of your work. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് ഈ ഗിറ്റ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമ്മൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യുക, അപ്പോഴെല്ലാം ഒരു കോപ്പി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇത്രയും ടാസ്കുകളും നമുക്ക് ഈ ഗിറ്റ് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഗിറ്റ് ഡിഫ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡുണ്ട്, ഗിറ്റ് ഡിഫ്. അപ്പോൾ ഈ ഗിറ്റ് ഡിഫ് കമാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ക്യാൻ കമ്പയർ എനി 2 കമ്മിറ്റഡ് വെർഷൻ ഓഫ് യുവർ പ്രോജക്റ്റ് or even to compare your current uncommitted work to any earlier version. നമുക്കത് ഭയങ്കരമായിട്ട് ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കമാൻഡാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സമയത്തും ചിലപ്പോൾ ചില പ്രോജക്റ്റിൻ്റെ എക്സ്റ്റൻഷൻസ് ആയിട്ടൊക്കെ നമ്മൾ ചെയ്തു പോകാറുണ്ട് പല കാര്യങ്ങളും അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു വെർഷൻ ഉണ്ട്, അതിനെ ആഡ് ചെയ്താൽ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡ് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും, ഈ ഗിറ്റ് ഡിഫ് എന്നുള്ളൊരു കമാൻഡ് അല്ലേ.
അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗിറ്റ് യൂസ് ചെയ്തിട്ട് യൂസിങ് ഗിറ്റ് ലോഗ് ടു ഫൈൻഡ് ദ ലാസ്റ്റ് ടൈം എ ഫയൽ വാസ് അറൗണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്യണതിന് മുന്നേ ആ ഫയലിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളും അതിനകത്ത് എന്ത് അപ്ഡേഷനാണ് വരുത്തിയെന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റാറ്റസ് ചെക്ക് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത കേസ് പറയുന്നത് നമ്മുടെ വർക്ക് ഷെയറിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ പ്രോജക്ട്സ് എല്ലാം മൊഡ്യൂൾ ബൈ മൊഡ്യൂളായിട്ട് വർക്ക് ഷെയർ ചെയ്തിട്ടായിരിക്കും നടത്തുക. അപ്പോൾ നമ്മുടെ ഈ ഗിറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ വെർഷൻ കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഈ സിപ്പ് ഫയൽസ് ആയിട്ടൊക്കെ സേവ് ചെയ്ത് കൊടുക്കാറുണ്ട്. സിപ്പ് ഫയൽസ് ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പം ചിലപ്പോൾ എറേഴ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി അഡ്വൈസ് യൂസിങ് വെർഷൻ കൺട്രോൾ ടു ഷെയർ വർക്ക് വിത്ത് പിയേഴ്സ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഗിറ്റ് വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് അഡീഷണൽ കമാൻഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കിങ്ങനെ വർക്ക് ഷെയറിങ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ ഗിറ്റിനകത്ത് ഇങ്ങനെ വർക്ക് ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള കമാൻഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റ് പുൾ എന്നുള്ള കമാൻഡുണ്ട്, അതുപോലെ തന്നെ ഗിറ്റ് റീബേസ് എന്നുള്ളൊരു കമാൻഡുണ്ട്, അതുപോലെ ഗിറ്റ് പുഷ് എന്നൊക്കെ ഉള്ള കമാൻഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ഷെയറിങ്ങും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗിറ്റ് പുഷ് ആൻഡ് ഗിറ്റ് പുൾ കമൻസുകൾ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സെനാറിയോ പറയുന്നുണ്ട്. ഈ ഒരു സെനാറിയോയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓതേഴ്സ് ഉണ്ട്. ആ 2 ഓതേഴ്സും നമ്മുടെ ഒരു സെയിം പ്രോജക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് വർക്കിംഗ് ഓൺ ഡിഫറെൻറ്റ് ഫയൽസ്. ഓക്കെ, സെയിം ടൈമിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ സെയിം പ്രോജക്റ്റ് ഡിഫറെൻറ്റ് ഫയൽസ് അറ്റ് ദ സെയിം ടൈമിൽ വർക്ക് ചെയ്യാണ്. ഇതിനകത്ത് വർക്കർ എ ഉണ്ട്, വർക്കർ എ ക്രിയേറ്റ് എ ഫയൽ എ ആൻഡ് വർക്കർ ബി ക്രിയേറ്റ് എ ഫയൽ ബി, രണ്ടുപേരും പാരലലി ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെപ്പോസിറ്ററിയിലേക്ക് നമ്മുടെ വർക്കർ എ അയാൾ ചെയ്ത വർക്ക് എന്താണോ അത് പുഷ് ചെയ്തിടുകയാണ്. ഓക്കെ, വർക്കർ എ പുഷസ് വർക്ക് ടു ഷെയർഡ് റെപ്പോസിറ്ററി. ഇതേ സമയം നമ്മുടെ വർക്കർ ബിയും അതിൻ്റെ ഷെയർഡ് റെപ്പോസിറ്ററിയിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിറ്റ് ഒരിക്കലും അതിനെ അലോ ചെയ്യില്ല, അത് റെഫ്യൂസ് ചെയ്യായിരിക്കും ചെയ്യുക. ഗിറ്റ് റെഫ്യൂസസ് ടു അലോ ഇറ്റ് ആസ് ബി മസ്റ്റ് നോ ഓഫ് എസ് വർക്ക് ടു കണ്ടിന്യൂ. എയുടെ വർക്ക് എന്താണോ ആ വർക്ക് അത് ഗിറ്റ് റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്കർ ബിയുടെ ഫയലും കൂടി പുഷ് ചെയ്യാനായിട്ട് ഗിറ്റ് ഒരിക്കലും അലോ ചെയ്യില്ല. സോ വർക്കർ ബി പുൾസ് ഫ്രം ഷെയർഡ് റെപ്പോസിറ്ററി. അപ്പോൾ പുൾ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള കമാൻഡ് ഏതാണ്? ഗിറ്റ് പുൾ റീബേസ് ആണ്, അല്ലെങ്കിൽ ഗിറ്റ് പുൾ എന്നുള്ള കമാൻഡ്സ് കൊടുത്തിട്ടായിരിക്കും അത് റിട്രീവ് ചെയ്തെടുക്കുക. സിമിലർലി ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെർജ് റീബേസ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ പറയുന്നത് റീബേസിനെ കുറിച്ചിട്ടാണ്. റീബേസ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം? വർക്കർ ബി പുഷസ് വർക്ക് ടു ഷെയർഡ് റെപ്പോസിറ്ററി. അത് എപ്പോഴാണ്? എയുടെ എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ബിയുടെ എഡിറ്റിലേക്ക് പോവാണ് എങ്കിൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആണെങ്കിൽ അത് റീബേസ് ആണ്. ഇനി നമ്മുടെ മെർജ് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ എഡിറ്റും എടുക്കും ബിയുടെ എഡിറ്റും എടുക്കും, എന്നിട്ട് അതിനെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് മെർജ് റെക്കോർഡ്സുകളാക്കി മാറ്റും. അതാണ് മെർജും റീബേസുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ റീബേസിൽ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ചെയ്യുന്ന ആൾ ആരാണോ അവരുടെ എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഒരാൾക്ക് വന്ന് പെർഫോം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് റീബേസ് എന്ന് പറയുന്നത്. റീബേസ്. മെർജ് മീൻസ് രണ്ടുപേരുടെയും ഫയൽ എടുത്ത് മെർജ് ചെയ്യുന്നതിനാണ് മെർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പോർഷൻസ് ആണ് നമുക്ക് ഈ റണ്ണിങ് ഡോക്യുമെൻറ്റേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.